ഗൈസ് നിങ്ങൾ ഇന്ന് വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫ്ലട്ടർ സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഫ്ലട്ടറിൽ സീരിയസ് ആയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വലിയ വലിയ ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് നമുക്ക് എന്താവും ആവശ്യം വരും. അതായത് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലക്സ് ആപ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് പോട്ടെ നമുക്ക് എന്താണ് ഒരു ആപ്പോ ആവറേജ് ആപ്സ് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റൂല എന്നല്ല, ബട്ട് എന്താണ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പിന്റെ പെർഫോമൻസിനെ അതുപോലെ നമ്മുടെ ടോട്ടലി നമ്മളെ ആപ്പിന്റെ ഒരു ഇതിനത് ബാധിക്കും, സ്ട്രക്ചറിനെ അത് ബാധിക്കും. നമ്മൾ സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രൊവൈഡർ വൺ ഓഫ് ദ ഫ്ലട്ടർ റെക്കമെൻഡഡ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. അല്ല വേറെയും കുറെ സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ബ്ലോക്ക് ഉണ്ട്, അതുപോലെ റിവർ പോർട്ട്, അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത് ബേസിക് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. വീഡിയോ വളരെ ക്വിക്ക് ആയിരിക്കും, ഞാൻ ഫാൻസി ആയിട്ടൊന്നും ചെയ്യണില്ല, നമ്മളെ കൗണ്ടർ ആപ്പ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ കൗണ്ടർ ആപ്പ് റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര കമന്റ്സും ബോയിലർ പ്ലേറ്റ് കോഡൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേനുള്ളൂ. ഓക്കെ, ഞാൻ ഇതിലിപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് മൈ ആപ്പ് എന്നുള്ളത് നമ്മളെ വിഡ്ജറ്റിന്റെ ടോപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ക്ലിയർ ചെയ്തിട്ടൊന്ന് നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, അപ്പൊ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ നമ്പർ അപ്ഡേറ്റ് ആവല്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്, കാരണം ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന ആർക്കും കൗണ്ടർ ആപ്പ് അറിയാതിരിക്കൂല. ഓക്കെ, ജസ്റ്റ് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടെർമിനൽ ഡീബഗ് കൺസോളിൽ നോക്കിയാൽ കാണാം അവിടെ നമ്മുടെ റണ്ണിങ് ആപ്പ്, അതായത് നമ്മുടെ ടോട്ടലി ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ടോട്ടൽ ആപ്പും, അതായത് ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കേസിൽ എന്താണ് ചെറിയൊരു ആപ്പാണ്. മറ്റത് വലിയൊരു ആപ്പ് ആകുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ വലിയ യൂസർ ഇന്റർഫേസ് ഒക്കെ ആകുമ്പോൾ ചെറിയൊരു ചേഞ്ചിന്, അതായത് ഈ ഒരു ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് എന്താണ് നമ്മുടെ ടോട്ടലി ആപ്പ് എന്ത് ചെയ്യാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് നമ്മൾ ഈ ബട്ടൺ നിൽക്കുമ്പോൾ എന്താണ് കണ്ട 20 തവണ നമ്മൾ ബട്ടൺ നോക്കി 20 തവണ എന്താണ് ടോട്ടലി നമ്മുടെ ഈ ഒരു ആപ്പ് റീബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ആപ്പിന്റെ ഒരു വിഡ്ജറ്റ്സ്, അപ്പം എന്താണ് നമുക്ക് അത് നമ്മുടെ ആപ്പിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇത് കാണാൻ പറ്റും, നമ്മൾ യൂസർ ഇന്റർഫേസ് ഫ്ലട്ടറിന്റെ കേസിൽ UI-യും അതുപോലെ നമ്മുടെ ലോജിക്കും ഒക്കെ സെയിം ലാംഗ്വേജ് ഡാർട്ടിലാണ് എഴുതല്. അപ്പൊ നമ്മുടെ യൂസർ ഇന്റർഫേസും അതുപോലെ നമ്മുടെ ആപ്പിന്റെ ലോജിക്കും, അതായത് ബിസിനസ് ലോജിക്കും എന്താവും ഒരേ ഫയലിൽ വന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ വലിയ വലിയ പ്രൊജക്ട് ചെയ്യുമ്പോൾ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ പ്രൊവൈഡർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ട് ഈ ലോജിക്ക് എങ്ങനെ നമുക്ക് മറ്റൊരു ഫയലിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അതും സ്റ്റേറ്റ് യൂസ് ചെയ്യാതെ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ pubspec.yaml പ്രൊവൈഡർ പാക്കേജ് ആഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഈ ഡിപെൻഡൻസി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ pub.dev പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡർ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊവൈഡർ കിട്ടും. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ഇതെന്താണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ലോജിക്ക്, ഇതിന്റെ കേസിൽ ചെറിയ ലോജിക്കാണ്, ബട്ട് വലിയ ആപ്പ് ആകുമ്പോൾ വലിയ ലോജിക്സ് ആവും. അതിന് നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഫയലിലോട്ട് മാറ്റണം. ഓക്കെ, ലോജിക്ക്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു counter.notifier എന്നുള്ളൊരു notify.dart എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇഷ്ടമുള്ള പേര് കൊടുക്കട്ടെ. ജസ്റ്റ് എന്താ നോട്ടിഫയർ എന്നുള്ളത് നമ്മുടെ UI അപ്ഡേറ്റ് ഉള്ള നോട്ടിഫയർ എന്നുള്ള നിലക്കാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് counter.dart എന്ന് കൊടുത്താലൊക്കെ ധാരാളമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോജിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇൻക്രിമെന്റ് കൗണ്ടർ എന്നുള്ള ലോജിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ counter.notifierൽ നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കൗണ്ടർ നോട്ടിഫയർ നെയിം കൊടുക്കുന്നുണ്ട്, നോട്ടിഫയർ എക്സ്റ്റെൻസ് ആൻഡ് ഇത് എക്സ്റ്റെൻഷൻ ചേഞ്ച് നോട്ടിഫയർ ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യൽ. ഓക്കെ, ചേഞ്ച് നോട്ടിഫയർ നമ്മളെ മെറ്റീരിയൽ ആപ്പിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, മെറ്റീരിയൽ.dart തന്നെയാണ് നമ്മൾ ചേഞ്ച് നോട്ടിഫയർ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി നമ്മളെ കോഡ് കാണുന്നുണ്ട്, ഞാൻ GitHub Copilot യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി നമുക്ക് നമ്മൾ എന്താണ് കോഡ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രഡിക്ഷൻ വരും. നമ്മളെ മറ്റുള്ള കോഡ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മളെ main.dart കോഡ് നോക്കിയിട്ട് ഒരു പ്രഡിക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ക്ലാസിന്റെ നെയിം നോക്കിയിട്ടുള്ള പ്രഡിക്ഷൻ ആണ് കാണിക്കുന്നത്. ആക്ച്വലി അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അപ്പൊ ജസ്റ്റ് നമുക്ക് ടാബ് പ്രസ് ചെയ്താൽ അതെന്ത് ചെയ്യാം, ആ കോഡ് അവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ GitHub Copilotനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൗണ്ടർ ഇൻറ്റീജർ ഉണ്ട്, നമ്മൾ കൗണ്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഗെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റർ ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ആ ഒരു സെയിം ഫംഗ്ഷൻ, ആ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സെയിം സംഭവം തന്നെയാണ് കൗണ്ടർ, അതുപോലെ അതിനുള്ള ഒരു ഫംഗ്ഷന്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗെറ്റർ വേണമെന്നില്ല, ജസ്റ്റ് എന്താണ് ഓൾറെഡി ഒരു GitHub Copilot ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ഓട്ടോ കംപ്ലീഷൻ ചെയ്തതാണ്.
ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കാര്യം ബേസിക് കാര്യങ്ങളാണ്. ജസ്റ്റ് ഈ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. നമ്മൾ പ്രൊവൈഡർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ച് നോട്ടിഫയർ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ നോട്ടിഫൈ ലിസണേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതിന്റെ കേസിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യണത്. ഓരോ തവണ ഇത് ഈ ഒരു കൗണ്ടർ നമ്മൾ എന്താണ് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ സെറ്റ് സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് സ്റ്റേറ്റിനുള്ളിൽ ഇൻക്രിമെന്റ് ചെയ്യണതുകൊണ്ടാണ് ഇത് നമ്മൾ UI അപ്ഡേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടലി ആപ്പും റീബിൽഡ് ആവുന്നത്. ഇതിന്റെ കേസിൽ നമ്മൾ നോട്ടിഫൈ ലിസണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്തു, അതായത് നമ്മളെ കൗണ്ടറിന്റെ വാല്യൂ കൂട്ടി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ യുഐയിലോട്ട് അപ്ഡേഷൻ കൊടുക്കാനാണ് ഈ നോട്ടിഫൈ ലിസണേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് നമ്മൾ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം നമ്മുടെ യൂസർ ഇന്റർഫേസിലോട്ട്. ഓക്കെ, ഞാനത് സേവ് ചെയ്തു. ഇവിടെ മെയിൻ ഡോട്ട് ആർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ഉള്ള ടോപ്പ് വിഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊവൈഡർ ആഡ് ചെയ്യണം. അതായത് നമ്മൾ മൾട്ടിപ്പിൾ, ഈ കേസിൽ നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ, പ്രൊവൈഡറേ ഉള്ളൂ, ഒറ്റ നോട്ടിഫയറേ ഉള്ളൂ. ബട്ട് എന്താണ്, നമ്മൾ കോംപ്ലക്സ് ആപ്സ് ചെയ്യുമ്പോൾ കുറെ, അതായത് കുറെ പ്രൊവൈഡേഴ്സും കുറെ ലോജിക് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ടോപ്പ് വിഡ്ജറ്റിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വിഡ്ജറ്റിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് വിഡ്ജറ്റിൽ എന്ത് ചെയ്യാം, റാപ്പ് വിഡ്ജറ്റ് കൊടുത്തിട്ട് നമ്മുടെ പ്രൊവൈഡർ പാക്കേജാണ് തരുന്ന ഒരു മൾട്ടി പ്രൊവൈഡർ വിഡ്ജറ്റ് ഉണ്ട്. മൾട്ടി പ്രൊവൈഡർ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡേഴ്സ്, നമ്മുടെ ആപ്പിലെ പ്രൊവൈഡേഴ്സ് ഫുൾ എന്ത് ചെയ്യണം, ഇതിൽ പാസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സെപ്പറേറ്റ് ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ബട്ട് നമ്മുടെ കേസിൽ നമുക്ക് ഒറ്റ പ്രൊവൈഡർ ഉള്ളത് കൊണ്ട് ഈ ഒരു ട്യൂട്ടോറിയലിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് കാണിച്ചു തരേണ്ടത്. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് വീഡിയോസ് ഓൾറെഡി ഇതിൽ ഉണ്ട്, നമ്മുടെ യൂട്യൂബിൽ കുറെ വീഡിയോസ് അവൈലബിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, നമ്മുടെ ഇങ്ങനെ പ്രൊവൈഡർ ആഡ് ചെയ്യല്, ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ, കൗണ്ടർ നോട്ടിഫയർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ക്ലാസ് ആണ്. എന്ത് കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ കൗണ്ടർ നോട്ട്, ഇറ്റ് ക്രിയേറ്റ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൗണ്ടർ നോട്ടിഫയർ. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ജസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ പല പ്രൊവൈഡേഴ്സ് വരുന്നുണ്ട്, ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ, പ്രോക്സി പ്രൊവൈഡർ, അതുപോലെ ഫ്യൂച്ചർ പ്രൊവൈഡർ, അങ്ങനെ പല പ്രൊവൈഡേഴ്സ് എന്താണ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ബേസിക് പ്രൊവൈഡർ, നമുക്കൊരു ഒരു മിഡിൽ ലെവൽ എബോ ആവറേജ് ഡെവലപ്പർ ആവാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഓക്കെ, ഓക്കെ, നമ്മൾ വളരെ ക്വിക്ക് ആയിട്ടാണ് കാണിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ, നമ്മൾ പ്രൊവൈഡർ നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രൊവൈഡർ ആഡ് ചെയ്ത്, നമ്മൾ പാക്കേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീലോഡ് ഇൻ പ്രോഗ്രസ് ഇഗ്നോർ റിക്വസ്റ്റ്. അപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് സ്ക്രാച്ച് റൺ ചെയ്യാം. ഓക്കെ, നമ്മളെ ആപ്പ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യില്ല, നമ്മൾ ഫുള്ള് ഇതാക്കിയിട്ട് തൽക്കാലം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചൊന്നും ടെൻഷൻ ആവേണ്ടത്. എന്താണ് ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മൾ ചേഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, അത് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊവൈഡർ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഓൾറെഡി നമ്മളെ പ്രൊവൈഡർ പാക്കേജിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എന്താ, അതിനെ കുറിച്ചൊന്നും അധികം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ബേസിക് പ്രൊവൈഡറിന്റെ ഒരു ഇതാണ്. ഓക്കെ, അതുപോലെ പറഞ്ഞാൽ പ്രോക്സി പ്രൊവൈഡർ, അതുപോലെ ഫ്യൂച്ചർ പ്രൊവൈഡർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ആണ്, നമ്മുടെ ചേഞ്ച് നോട്ടിഫയർ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് നമ്മുടെ ആപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ലോജിക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, ലോജിക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബേസിക് കേസ് പറഞ്ഞാൽ, അതായത് ഇത് ആക്ച്വലി സംഭവം സെയിം ആണ്, സെറ്റ് സ്റ്റേറ്റ് പോലെ തന്നെയാണ്. നമ്മളത് യൂസ് ചെയ്യുന്നതിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഇത് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റെ ഒരു ഫൈനൽ കൗണ്ടർ ഡാറ്റ ഈക്വൽസ്, ഇങ്ങനെ നമുക്ക് പ്രൊവൈഡറിന്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കാം, ഇതിന്റെ വാല്യൂ സേവ് ചെയ്യാൻ ഒബ്ജക്റ്റ് ഒക്കെ പോലെ. എന്ത് ചെയ്യാം, പ്രൊവൈഡർ ഡോട്ട് ഓഫ്, പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഇത് പ്രൊവൈഡ് ചെയ്യുക, അതായത് നമ്മുടെ ക്ലാസ് പ്രൊവൈഡർ ക്ലാസിന്റെ നെയിം, പിന്നെ എന്ത് ചെയ്യുക, കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ കൗണ്ടർ നോട്ടിഫയർ പ്രൊവൈഡറിലുള്ള ഡാറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിൽ രണ്ട് ഇത് വരുന്നുണ്ട്. സെക്കൻഡ്, കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ലിസൺ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് ലിസൺ ഫാൾസ് കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ലിസൺ ട്രൂ ആവും. ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ലിസൺ ഫാൾസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു ലോജിക് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് നമ്മളെ പ്രൊവൈഡർ ക്ലാസ്സിന് എന്ത് ചെയ്യാം, ഡാറ്റ ഫെച്ച് ചെയ്യാം. ഓക്കെ, കൗണ്ടർ ഡാറ്റ ഡോട്ട് കൗണ്ടർ, അതായത് നമ്മുടെ ഈ ഒരു ഗെറ്റ് കൗണ്ടറിന്റെ ഒരു വാല്യൂ ആണ്, നമ്മൾ കൗണ്ടറിന്റെ വാല്യൂ ഗെറ്റ് ചെയ്യാനുള്ള എന്ത് ഡോട്ട് സ്ട്രിങ് ആക്കാം. അതുപോലെ ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് സ്ട്രിങ് ആയി മാറ്റണം. നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഓൺ പ്രൊസീഡിൽ ഇൻക്രിമെന്റ് കൗണ്ടറിന് പകരം നമ്മുടെ ഈ ഒരു ഇൻക്രിമെന്റ് ഫംഗ്ഷൻ പാസ് ചെയ്യാം. കൗണ്ടർ ഡാറ്റ ഡോട്ട് ഇൻക്രിമെന്റ്. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ആപ്പ് അപ്ഡേറ്റ് ആവണമൊന്നുമില്ല. എന്താണ് ഇറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലേനും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്താണ് നമ്മുടെ ആപ്പ് വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എന്താ ഈ ലിസൺ ഫാൾസ് എന്നുള്ളത് ഇവിടെ ഒഴിവാക്കി വെക്കാം. ഓക്കെ, ലിസൺ ഫാൾസ് എന്നിട്ട് ഒഴിവാക്കി സേവ് ചെയ്തു. ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. കാണാൻ പറ്റും നമ്മൾ നേരത്തെ നോക്കിയതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ആപ്പ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ലോജിക് ഒക്കെ എന്തായി നമ്മൾ ഈ ഒരു ഇതിലോട്ട് മാറ്റി. ഇതിപ്പോൾ നമ്മൾ ലോജിക്ക് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കമന്റ് ചെയ്ത കൂടെ ഡിലീറ്റ് ആക്കാം. ലോജിക് ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊവൈഡറിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു എന്താ ബെനിഫിറ്റ്. നമ്മുടെ ലോജിക്സ് എന്താവും, ഫുൾ വേറെ ആവും. ബട്ട് നമ്മുടെ പറഞ്ഞ കേസിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴും സ്റ്റിൽ എന്താണ് നമ്മുടെ ടോട്ടലി വിഡ്ജറ്റ് എന്താവുന്നുണ്ട്, റീബിൽഡ് ആവുന്നുണ്ട്. കാരണം റണ്ണിങ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മുടെ വിഡ്ജറ്റിന്റെ ടോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താവുന്നുണ്ട്, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, കാണിക്കുന്നില്ല, പക്ഷെ ഇവിടെ നമ്പർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 10 കാണാൻ പറ്റും. 10 തവണ പ്രിന്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി 10. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ നമ്പർ ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും ഇവിടെ ഒരു ഇതിൽ. ഓക്കെ, ബട്ട് എന്താ നമുക്ക് ഈ ഒരു ഇത് വേണ്ട. അതായത് നമുക്ക് എന്താ നമ്മൾ ടെക്സ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ആയാൽ മതി. വേറെ ഒന്നും നമുക്ക് അപ്ഡേറ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കേസ് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിസൺ ഫാൾസ് ആണ് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇത് നമുക്ക് യൂസ് ചെയ്യണത് നമുക്ക് എന്താ ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു കൗണ്ടർ ഡാറ്റ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യണം. ടോട്ടലി നമുക്ക് ടെക്സ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇനി നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ലിസൺ ഫാൾസ് കൊടുത്തു. ഓക്കെ, നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വീണ്ടും ആപ്പ് വർക്ക് ചെയ്യാതായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. അതിന് നമുക്ക് നമ്മൾ പ്രൊവൈഡർ കൺസ്യൂമർ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിൽഡർ ആണ് ആക്ച്വലി. എന്ത് ചെയ്യാം, റാബിറ്റ് ബിൽഡർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കൺസ്യൂമർ എന്ത് ചെയ്യാം, ബിൽഡറിന്റെ പകരം ഒക്കെ എന്ത് ചെയ്യാം, കൺസ്യൂമർ പാസ് ചെയ്യാം. കൺസ്യൂമർ എന്നിട്ട് എന്തെങ്കിലും നമ്മുടെ പ്രൊവൈഡറിന്റെ ക്ലാസ്സും ടൈപ്പ് പാസ് ചെയ്യുക. മോഡൽ കൗണ്ടർ നോട്ടിഫൈ നമ്മൾ പ്രൊവൈഡറിന്റെ നെയിം പാസ് ചെയ്യുക, ക്ലാസ് നെയിം പാസ് ചെയ്യുക. എന്തേ ബിൽഡ് കോൺടെക്സ്റ്റിൽ നമുക്ക് ഡാറ്റ വരുന്നുണ്ട്. പിന്നെ ഒരു വിഡ്ജറ്റ് ചൈൽഡ് വരുന്നുണ്ട്. നമുക്ക് എന്താ ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം, ആവശ്യമുള്ള രജിസ്റ്റർ അണ്ടർസ്കോർ കൊടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യണ പോലെ തന്നെ, ഈ കൗണ്ടർ ഡാറ്റ യൂസ് ചെയ്ത് ഡാറ്റ ഫെച്ച് ചെയ്യണ പോലെ തന്നെ നമുക്ക് എന്താ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ബിൽഡറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊവൈഡറിന്റെ ഡാറ്റാസ് ഒക്കെ ഫെച്ച് ചെയ്യാം. അപ്പൊ ഇതിന് കൗണ്ടർ ഡാറ്റ ഡോട്ട് കൗണ്ടർ ടു സ്ട്രിങ്ങിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഡോട്ട് കൗണ്ടർ ഡോട്ട് ടു സ്ട്രിങ് കൊടുക്കും. ഓക്കെ ഓക്കെ, കണ്ടോ, ഒന്നും കാണിക്കണില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താ ഈ ഒരു പ്രിന്റ് ഈ റണ്ണിങ് ആപ്പ് വീണ്ടും വീണ്ടും കാണിക്കണ്ട എന്നുള്ളത് നോക്കാം. നമുക്ക് ആപ്പ് സേവ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ടെക്സ്റ്റ് മാത്രമേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ജസ്റ്റ് ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രമേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ. കാരണം ഇവിടെ റണ്ണിങ് ആപ്പ് പിന്നെ എന്താണ് ഇവിടെ വരുന്നില്ല, ഇതിന്റെ നമ്പർ കൂടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ തവണ ഈ ഒരു റണ്ണിങ് ആപ്പ് എന്നുള്ള ഒരു ഇത് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ റണ്ണിങ് ആപ്പ് എന്നുള്ളത് പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ ആ ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രമേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്തു. നമ്മളെ ആവശ്യമുള്ള വിഡ്ജറ്റ് മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്താണ് വലിയ വലിയ ആപ്പൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, നമ്മളെ ലോജിക്ക് സെപ്പറേറ്റ് ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇതാണ് നമ്മുടെ ഈ ഒരു യൂസർ ഇന്റർഫേസിൽ ഇപ്പോൾ UI മാത്രമേ ഉള്ളൂ, ലോജിക്കോ കാര്യങ്ങളൊന്നുമില്ല. ലോജിക് ഫുൾ എന്താണ് സെപ്പറേറ്റ് ഫയലാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഇനി ബ്ലോക്ക് ഡാറ്റ സ്ട്രക്ചർ ബ്ലോക്ക് സ്റ്റേറ്റ് മാനേജ്മെന്റ്, അതുപോലെ റിവർ കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ പ്രൊവൈഡറൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ API ഡാറ്റ ഫെച്ച് ചെയ്യുക, നമ്മുടെ യൂസർ ഇന്റർഫേസിൽ എങ്ങനെ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൽ കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ യു ഗൈസ്.